ഹായ് പ്രിയമുള്ളവരെ, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. പാരീസ് ഒളിമ്പിക്സ് നടക്കുകയാണല്ലോ. ലോകത്തിലെ എല്ലാ കണ്ണുകളും ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് തിരിയുന്ന ലോകമാമാങ്കമാണല്ലോ ഒളിമ്പിക്സ്. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ര ആഘോഷ പരിപാടിയാണ് ഉദ്ഘാടന മഹാമഹത്തിൽ നാം കണ്ടത്. ഇത്തവണത്തെ പരേഡിനുമുണ്ട് ഒരു പ്രത്യേകത. 160-ലധികം ബോട്ടുകളിൽ ആയിരുന്നു മാർച്ച് പാസ്റ്റ്. ഈ വീഡിയോ വീക്ഷിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഉദ്ഘാടനം തത്സമയം കണ്ടിരിക്കും. അല്ലാത്തവർ അതിൻ്റെ പിന്നീട് വരുന്ന വീഡിയോ വീക്ഷിച്ചവരായിരിക്കും. നമ്മൾ പറഞ്ഞു വന്നത് ഹാപ്പിനെസ്സിനെ കുറിച്ചാണ്. എങ്ങനെ സന്തോഷം നമ്മൾ കണ്ടെത്തണം. ഇന്ന് ലോകം മുഴുവൻ അസ്വസ്ഥതകൾ നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെയാണ് നാം കടന്നു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം നമ്മൾ തന്നെ കൊണ്ടുവരണം. അതിനാണ് പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചത്. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നു. ഒരുവിധ വിദ്വേഷവും അവിടെ പ്രകടമല്ല. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു മാത്രം: വിജയം, മെഡൽ നേടുക, അവരവരുടെ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുക. ഇതാണ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഓരോ മത്സരാർത്ഥിയുടെയും അവരെ അനുഗമിക്കുന്ന ടീം അംഗങ്ങളുടെയും എല്ലാ മനസ്സിലുള്ള ചിന്ത. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇത്തരം പോസിറ്റീവായ ചിന്തകൾ മാത്രം നമ്മുടെ മനസ്സിൽ കയറിപ്പറ്റിയാൽ സന്തോഷം തനിയെ നമ്മെ തേടി വരും. അതാണ് പാരീസ് ഒളിമ്പിക്സ് നടക്കുന്ന ഈ സമയത്ത് നമുക്ക് സ്വന്തമായും മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്നതുമായ സന്ദേശം. ഒരു ഉദാഹരണം കൂടി ഇവിടെ പ്രതിപാദിച്ച് വിഷയം അവസാനിപ്പിക്കാം. നമ്മൾ ഒരു ഹോസ്പിറ്റലിന്റെ ICU ബ്ലോക്കിന്റെ മുൻപിൽ നിൽക്കുന്ന സമയം എവിടെ നോക്കിയാലും പ്രാർത്ഥനാ നിരതമായ ആളുകൾ, ശുഭവസ്ത്രധാരികളായ മാലാഖമാർ. എല്ലാവരുടെയും മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രം: ദൈവമേ, അസുഖം ഭേദമാവണേ എന്ന് മാത്രം. ഒരു തരത്തിലുള്ള വിദ്വേഷവും ICUവിന്റെ മുൻപിൽ കാണാൻ സാധ്യമല്ല. അപ്പോൾ വിദ്വേഷമില്ലാത്ത 2 ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ ജനിക്കുന്ന ഹോസ്പിറ്റൽ ലേബർ റൂമിന്റെ മുൻപിലും അവസാനം അത്യസന്ന നിലയിൽ കഴിയുന്ന ICUവിന്റെ മുൻപിലും ഒരു തരത്തിലുള്ള വിദ്വേഷവുമില്ല. ബാക്കിയുള്ള ജീവിതം പോസിറ്റീവായ ചിന്തകൾ നമ്മൾ പ്രാവർത്തികമാക്കി സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ മെഡലുകൾ വാരിക്കൂട്ടട്ടെ എന്ന ആശംസയോടെ അവസാനിപ്പിക്കുന്നു.